BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അപ്രതീക്ഷിതമായി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJP തരംഗം ആഞ്ഞടിച്ചു. ഛത്തീസ്ഗഡിൽ ഉറച്ച കോട്ടകളിൽ നിന്ന കോൺഗ്രസിനെ കടപുഴകി BJP. ഇതോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. EVM മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. EVM ഉള്ളിടത്തെല്ലാം BJP ജയിക്കുന്നു എന്നതാണ് അവരുടെ ആരോപണം. EVM ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ BJP കൃത്രിമം കാണിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. ഈ ആരോപണവുമായാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഭരണം ഉറപ്പായിരുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് കമൽനാഥായിരുന്നു. പക്ഷേ കമൽനാഥിന് ഇപ്പോൾ BJP ആണ് ലാവണം നൽകിയത്. കമൽനാഥിന്റെ മകനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തിരിക്കുന്നു, അതും സുരക്ഷിതമായ മണ്ഡലത്തിൽ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പ്രതികരിച്ച് മതിയാവൂ എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. വളരെ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. കമൽനാഥ്, മധ്യപ്രദേശിലെ PCC അധ്യക്ഷൻ കമൽനാഥ് പോലും കോൺഗ്രസ് വിടുന്ന അവസ്ഥ, ആ അവസ്ഥ ഭയാനകമായ ഒരവസ്ഥയാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കളുടെ ചോർച്ച തടയാൻ രാഹുൽ ഗാന്ധി ബാഹുബലിയായി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി കാർത്ത വീര്യ അർജുനനായി നിൽക്കുന്നു. അദ്ദേഹം എങ്ങനെയെങ്കിലും ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ ചാടിപ്പോകാതിരിക്കാനാണ്. പ്രിയങ്ക ഗാന്ധി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും അസുഖം കാരണം അവർ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ കോൺഗ്രസ് നേതാക്കളെ ഒറ്റ കൊടുക്കയിൽ നിർത്താനുള്ള ശ്രമത്തിലാണ്. UPയിൽ ഒരുപാട് തർക്കമുണ്ടായിരുന്നു കോൺഗ്രസും അഖിലേഷ് യാദവും തമ്മിൽ. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തമ്മിൽ. അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിലുള്ള തർക്കം BJP നന്നായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിൽ അകന്നു നിന്നാൽ തങ്ങൾക്ക് അതൊരു വലിയ നേട്ടമായി കരുതുമെന്ന് BJP വിചാരിക്കുന്നുണ്ടെങ്കിലും അഖിലേഷ് യാദവിനെ ഫോൺ വിളിച്ച് രാഹുൽ ഗാന്ധി എല്ലാം ഒത്തുതീർപ്പാക്കി മാറ്റിയിരിക്കുന്നു. വൻ ചടുലമായി രാഹുൽ ഗാന്ധി നീങ്ങുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തുടരുകയാണ്. രണ്ടാം ഭാരത് ജോഡോ യാത്രയാണ് തുടരുന്നത്. രണ്ടാം ഭാരത് ജോഡോ യാത്ര BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാവഹമല്ല, അല്പം പ്രശ്നം നിറഞ്ഞ ഒരു യാത്രയാണ്. ആദ്യഘട്ടത്തിൽ BJP അതിനെ പരിഹസിച്ച് തള്ളിയെങ്കിലും പിന്നീട് BJPക്ക് രാഹുൽ ഗാന്ധിയുടെ പവർ അംഗീകരിക്കേണ്ടി. രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് ന്യൂനപക്ഷങ്ങൾ BJPക്ക് എതിരായി കഴിഞ്ഞു. ക്രൈസ്തവർ ആരാധിക്കുന്ന പള്ളിയിൽ പണ്ടങ്ങോ ഹൈന്ദവ ദേവാലയമുണ്ടെന്ന് കരുതി അവിടെ കൊണ്ടുപോയി ദേവാലയം പണിയുക. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ബാബറി മസ്ജിദിൽ പണ്ടങ്ങോ ബാബർ സ്ഥാപിച്ച ദേവാലയമുണ്ടെന്ന് കരുതി അവിടെ കൊണ്ടുപോയി ശ്രീരാമ ജന്മഭൂമി സ്ഥാപിക്കുക. ഇങ്ങനെ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ രണ്ടായി കീറിമുറിച്ചിരിക്കുന്നു നരേന്ദ്രമോദി. രണ്ടായി കീറിമുറിച്ചിരിക്കുന്ന നരേന്ദ്രമോദിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കാനായി ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നു. ഇന്ത്യ മുന്നണി തോറ്റിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ തോൽവി രാഹുൽ ഗാന്ധിയുടെ തോൽവിയാണ്. രാഹുൽ ഗാന്ധിയുടെ തോൽവി ഇന്ത്യ മുന്നണിയുടെ തോൽവിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വളരെ ശ്രദ്ധാപൂർവമാണ് കാര്യങ്ങൾ നീക്കുന്നത്. ചുരുക്കത്തിൽ ഈ 3 സംസ്ഥാനങ്ങളിലെ വിജയം BJPക്ക് ഒന്നും നേടി കൊടുക്കുന്നില്ല. മാത്രമല്ല, ഈ 3 സംസ്ഥാനങ്ങളിലെ വിജയം EVM അട്ടിമറിയിലൂടെ നടത്തിയതാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെ വിജയം. ഛത്തീസ്ഗഡിൽ BJPക്ക് തുമ്പും തുരുമ്പുമില്ല. എന്ന് മാത്രമല്ല, അവരവിടെ ഒരു ശക്തി പോലും അല്ല. എന്നിട്ടും EVM ക്രമക്കേട് കാണിച്ച് വിജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ത്രിപുരയിലും അതാണ് സംഭവിച്ചത്. ത്രിപുര മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട പിടിച്ചടക്കാൻ
പെട്ടെന്നൊന്നും ബി ജെ പിക്ക് കഴിയില്ല. രണ്ടാം ഘട്ട യുദ്ധത്തിനിറങ്ങിയപ്പോൾ അവിടെയും EVM മെഷീനുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ഇപ്പോൾ EVM മെഷീനുകൾ ചർച്ചയാവുകയാണ്. ബി ജെ പിക്ക് അനുകൂലമായി EVM മെഷീനുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ചർച്ച. EVM മെഷീനുകൾ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി ജയിച്ചു വരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പി വലിയ വിജയം നേടിയിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും EVM മെഷീനിൻ്റെ കരുത്ത് കൊണ്ടാണ് ബി ജെ പി ജയിച്ചതെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിനെതിരെ അവർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ കളികൾ മാറുകയാണ്. കളിക്കളങ്ങളും ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ.